ഹലോ കൂട്ടുകാരെ എല്ലാവരും എന്ത് പറയുന്നത് എല്ലാവരും ഓണത്തിൻ്റെ തിരക്കായിരിക്കുമല്ലേ അതിൻ്റെ ഇടയിൽ എനിക്കൊരു പരിപ്പുവട കഴിക്കാനായിട്ട് അതിയായ ആഗ്രഹം. നേരെ അമ്മയെ വിളിച്ചു, അമ്മയുടെ കാര്യങ്ങളൊക്കെ ചോദിച്ചു. ഞാൻ ഇന്ന് വരെ എൻ്റെ ലൈഫിൽ പരിപ്പുവട ഉണ്ടാക്കിയിട്ടില്ല. പരിപ്പ് കുറച്ച് നേരം കുതിരാനിട്ടു, അത് തോരാൻ വെച്ചതിന് ശേഷം ചുവന്നുള്ളി, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില ഇതെല്ലാം ക്രഷ് ചെയ്ത് പരിപ്പ് ഒന്ന് ജസ്റ്റ് ചതച്ചെടുത്ത് നമ്മൾ പരിപ്പുവടയ്ക്ക് സെറ്റാക്കി വെച്ചു. ഈ ഫുൾ ടൈം ഏകദേശം ഒരു 57 മിനിറ്റോളം എൻ്റെ കൂടെ അമ്മയുണ്ടായിരുന്നു. അമ്മേനെ ഞാൻ വീഡിയോ കോൾ ചെയ്ത് അവിടെ അമ്മയോട് സംസാരിച്ചിട്ടാണ് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ ചെറിയ ചെറിയ ബോൾസ് ആക്കി വെച്ചിട്ട് പരിപ്പുവട കുഞ്ഞു കുഞ്ഞു പരിപ്പുവടകളാണ് ഉണ്ടാക്കിയത്. ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കുമെന്ന് ഞാൻ പറഞ്ഞല്ലോ. അതുകൊണ്ട് എനിക്കറിയില്ലാത്ത കാര്യങ്ങൾ ഉണ്ടാക്കുമ്പോൾ കുറച്ച് കോൺഫിഡൻസ് കുറവുണ്ട്. എന്നാലും നമ്മളുള്ള കോൺഫിഡൻസ് വെച്ചിട്ട് തട്ടിക്കൂട്ടി. അപ്പോൾ ഞാനിത് ഉണ്ടാക്കുമ്പോൾ എൻ്റെ കൂടെ എൻ്റെ സ്ഥിരം പങ്കാളിയായ എൻ്റെ ഉണ്ണിക്കുട്ടനുണ്ടായിരുന്നു. അപ്പോൾ ഇടയ്ക്കൊക്കെ അവൾക്കും ഓരോന്ന് ഉണ്ടാക്കാനുള്ള അവസരം കൊടുത്താൽ അവളും ഹാപ്പി. അതിലൊരു ചെറിയ ഒരു പരിപ്പുവട കണ്ടില്ല, അത് അവൾ ഉണ്ടാക്കിയെടുത്താൽ കേട്ടോ. അതിൽ ഇഞ്ചി ഉണ്ടാവില്ല, ബാക്കി ഒരു കാര്യങ്ങളും ഉണ്ടാവില്ല, ഒൺലി പരിപ്പ്. അതിനുശേഷം ഞങ്ങളൊരു 2 പ്രാവശ്യം ഉണ്ടാക്കി. 2 പ്രാവശ്യം കോരിയെടുക്കാനുള്ള ഉണ്ടായിരുന്നു. ഏകദേശം ഒരു 10-12 പരിപ്പുവടയോളം ഞങ്ങൾക്ക് കിട്ടി. അങ്ങനെ അതെല്ലാം സെറ്റായി കഴിഞ്ഞു. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് വന്നു, ഞാൻ അവന് കൊടുത്തു കഴിഞ്ഞപ്പോൾ അവൻ പറഞ്ഞു ടേസ്റ്റൊക്കെ അടിപൊളിയാണ്, പക്ഷെ കുറച്ച് മൂപ്പ് കൂടുതലായിപ്പോയി. അപ്പം നമ്മളത് അടുത്ത വർഷം ശരിയാക്കാം. അപ്പോൾ അതിൻ്റെ കൂടെ ഒരു കട്ടൻ ചായയും സെറ്റാക്കി. കട്ടൻ ചായ ഉണ്ടാക്കുമ്പോൾ എൻ്റെ വീട്ടിലാണ് ഇഷ്ടം പോലെ പനിക്കൂർക്ക നട്ടു വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ എല്ലാം ഉത്തരവാദി എൻ്റെ സുരേഷ് ചേട്ടനാണ്. അപ്പോൾ പനിക്കൂർക്കയിൽ നിന്ന് 2 പറിച്ച് അതും എടുത്തിട്ട് ഞങ്ങൾ വൈകിട്ട് ഒരു സെറ്റായി. ഇന്ന് എനിക്ക് ഓഫായിരുന്നു. അപ്പോൾ അങ്ങനെ വൈകുന്നേരം പനിക്കൂർക്ക ഇട്ട ഒരു തേയിലയും പരിപ്പ് വടയും അതിൻ്റെ കൂടെ കുറച്ച് ഭംഗിക്ക് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് സോസും എടുത്ത് വെക്കുന്നുണ്ട്. പക്ഷേ സോസൊന്നും ആരും കൂട്ടിയില്ല കേട്ടോ. പരിപ്പ് വടയുടെ ഒക്കെ കൂടെ നമ്മൾ സോസ് കൂട്ടുക വെറുതെ ഒരു ഷോയ്ക്ക് വേണ്ടി. ഇത്രയേ ഉള്ളൂ കുട്ടികളെ, ബായ്.